അൽഹംദുലില്ലാ. ദൈവാനുഗ്രഹത്തില് നമ്മുടെ അയാദി ഡേവിസ് ഡോക്കിന്റെ മൂന്നാമത്തെ സീരീസിലാണ് ഇന്ന് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യത്തെ 2 സീരീസുകളിലും നമ്മള് ഒരുപാട് പ്രതീക്ഷയോടുകൂടെ എല്ലാവരും ജോയിൻ ചെയ്തത് ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, ഇനിയും ജീവിതത്തെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന ജീവിതത്തിന്റെ അതിയായ ആഗ്രഹത്തിൽ നിന്നാണ് ഓരോരുത്തരും ഓരോ സീരീസ് വരുന്ന സമയത്തും ഇവിടെ ജോയിൻ ചെയ്തു വരുന്നത് എന്നതാണ് സത്യം, അല്ലെ? ശരിക്കും ഈ ഇത്തരം പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവരൊക്കെ ജീവിതത്തിന്റെ വിജയത്തെ ഇങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്, ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകളാണ് എല്ലാവരും. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വെബ് സീരീസ് ഉണ്ട് എന്നറിയുമ്പോ, ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട് എന്നറിയുമ്പോ ജോയിൻ ചെയ്യുന്നത് ആരാ? ജീവിതത്തിന്റെ പർപ്പസ് കണ്ടെത്തണം എന്ന ആഗ്രഹമുള്ളവരാണ് എന്ന് ഞാൻ പറയും, അല്ലേ? നമുക്കറിയാം നമ്മളൊക്കെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്നൊന്ന് കണ്ടെത്തണം എന്നും അതിലേക്കൊന്ന് സഞ്ചരിക്കണം എന്നും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഇല്ല. ശരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ മനുഷ്യരും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ജീവിത വിജയം എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നതൊക്കെ ഇനിയും ഒരുപാട് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോ നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മളിങ്ങനെ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ഒരു വയസ്സൊക്കെ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന് എണീറ്റ് നടക്കലാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. എപ്പോ എന്നറിയോ? നമ്മൾ ഇങ്ങനെ മുട്ടിലെഴിഞ്ഞ സമയത്ത്, അല്ലേ? അതാണ് എന്റെ ഏറ്റവും വലിയ എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നായിരിക്കും നമ്മൾ അപ്പഴത്തെ ചിന്തയുണ്ടാവുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് അത്യാവശ്യം നടക്കാനും ഓടാനും ചാടാനും ഒക്കെ തുടങ്ങിയപ്പോ പിന്നെ അടുത്ത നമ്മളെ ലക്ഷ്യം എന്താ? എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിൽ ചേർത്താൽ മതിയായിരുന്നു എന്നതായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു വലിയ അച്ചീവ്മെന്റ് എന്താണ്? സ്കൂൾ ചേർക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോയി 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 അവസാനം അതെന്തിലേക്ക് മാറി? അവസാനം എത്തിപ്പെടുന്നത് 10ാം ക്ലാസ്സിലാ. അപ്പൊ നമ്മൾ ആലോചിക്കുക, ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഫുൾ A+ വാങ്ങലാണ് എന്നായിരുന്നു അപ്പൊ നമ്മൾ ചിന്തിച്ചേ. അങ്ങനെ A+ കിട്ടിയപ്പോയോ അപ്പൊ പിന്നെ അടുത്ത ലെവലിലേക്ക് പോയി. ഇനി നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് പിന്നെ നമ്മൾ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാലോ? ഇനി അവിടെ നമ്മൾ നിൽക്കുന്നില്ല, അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോവുക. +2 ഫുൾ മാർക്കോടുകൂടെ പാസ്സാവണം, അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നാണ് അപ്പൊ ചിന്തിച്ചത്. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താണ്? അതിനെ ഒന്ന് നിർണയിച്ചിട്ടുണ്ടോ നമ്മൾ എല്ലാവരും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് എപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്ന് ഞാൻ തീരുമാനിക്കുക? അതല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് ആലോചിച്ച് ഞാൻ എപ്പോഴാണ് സന്തോഷിക്കുക എന്ന് എല്ലാവരും ഒന്ന് സ്വയം വിലയിരുത്തി നോക്കിയേ. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് ഇനിയും നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്, ജീവിതത്തിൽ വിജയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷമുണ്ടാവുക എന്നൊക്കെ പറയും പലരും. പക്ഷേ ഈ വിജയം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ഡിഫൈൻ ചെയ്യണ്ടേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്റെ വോയിസുകൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ മിസ്സേ? സ്റ്റെക്ക് ആവുന്നുണ്ടോ? ഇല്ല സർ, ഹലോ. എന്റെ ഓക്കെയാണ്. സ്ക്രീനിൽ ഇങ്ങനെ സ്റ്റെക്ക് ആയി നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആണല്ലോ അല്ലെ വോയിസുകളൊക്കെ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞ കമന്റ് ചെയ്താൽ മതി, ഞാൻ നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും അപ്പുറത്തുള്ള ആള്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആള് ഇന്നൊരു IAS ഓഫീസർ ആണ്, ആളിങ്ങനെ ഭയങ്കര വലിയ കാറിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് എപ്പോഴും സഹായിക്കാൻ ആളുകളുണ്ട്, അദ്ദേഹത്തിന് ഭയങ്കര സാമ്പത്തിക സ്ഥിതിയാണ്, ഭയങ്കര റിലേഷൻഷിപ്പാണ്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും അയാളാണോ ജീവിതത്തിൽ വിജയിച്ചതെന്നല്ലേ? നമ്മുടെ കാഴ്ചപ്പാടിൽ മറ്റൊരാളെ നോക്കുമ്പോൾ ചിലപ്പോൾ ആള് വിജയിച്ചിട്ടുണ്ടാവും നമ്മുടെ കാഴ്ചപ്പാടിൽ.
പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം വിജയിച്ചോ എന്ന് ചോദിച്ചാൽ, ഒരു IAS ഓഫീസർ ആയിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വപ്നം അവിടെ ഒന്നും ആയിരിക്കില്ല, അതിനേക്കാളും മുകളിലുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ സ്വപ്നം. ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുക, എല്ലാവരും ശാന്തരായി നിർത്തുക, എല്ലാവരുടെയും പ്രയാസങ്ങളൊക്കെ ലഘൂകരിച്ച് ഒരു നല്ല സമൂഹത്തെ നിർമ്മിക്കുക എന്നൊക്കെ പറയുന്ന വലിയ സ്വപ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു IAS ഓഫീസർക്ക് ഉണ്ടാവുക. അത് കിട്ടുമ്പോഴായിരിക്കും അവർക്ക് സന്തോഷം ഉണ്ടാവുക. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അവർ ഫുള്ള് ഹാപ്പിയാണ് എന്ന്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ജോലിയെ സംബന്ധിച്ച് മാത്രമല്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കൂലേ, ഒരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും, നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മുടെ ജീവിതം കൊണ്ട് വിജയിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിക്കൂലേ? എത്ര ഡോക്ടേഴ്സ് മാനസികമായ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് ദിവസവും എണ്ണി നീക്കുന്നുണ്ട് എന്നറിയോ? ആത്മഹത്യ ചെയ്ത ഡോക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് അറിയില്ലേ? അപ്പോ ഡോക്ടർ ആവുക എന്നതോ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നതോ, അല്ലെങ്കിൽ ഒരു അധ്യാപകനാവുക എന്നതോ, പ്രൊഫസർ ആവുക എന്നതൊന്നും മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് വോയിസ് കേൾക്കുന്നില്ല എന്ന് പറയുന്ന മിസ്സേ, ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ. അപ്പോ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. സോ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ഞാൻ അധികം എന്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങളിലൂടെ കടന്നു പോകണം. 3 കാര്യങ്ങളിലൂടെ കടന്നു പോവാത്ത ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാതെ സാധ്യമല്ല. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യമായിട്ടുണ്ടാവേണ്ടതാണ് ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവണം. എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹമില്ലാത്ത ആർക്കെങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയോ? നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോകണം, കോഴിക്കോട് ടൗണിലേക്ക് നിങ്ങൾക്കൊന്ന് പോകണം എന്ന ആഗ്രഹമില്ലാത്ത ആള് വണ്ടി കയറാൻ നിൽക്കുമോ? അതിനുവേണ്ടി ഒരു ആക്ഷൻ തയ്യാറാക്കുമോ? അതിനുവേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ? ഒന്നും ചെയ്യലുണ്ടാവില്ല. അപ്പൊ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് കാര്യമാണെന്ത്? ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം. വിജയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഫാമിലിയിലെ വിജയം, എന്റെ ഫാമിലി സക്സസ് എന്ന് പറയുന്നത് എന്താണ്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഫാമിലി അറ്റ്മോസ്ഫിയർ അങ്ങനെയാണോ? ഒന്ന് ആലോചിക്കേണ്ടേ നമ്മള്. എല്ലാ ഫാമിലികളും കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല പുതിയ കാലത്തെ ഫാമിലി അറ്റ്മോസ്ഫിയറുകൾ. കൂടുമ്പോൾ പലപ്പോഴും പല കുടുംബങ്ങളും ഭൂകമ്പങ്ങളാണ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ട്? ആ പരസ്പരമുള്ള സൗഹാർദ്ദങ്ങളും പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളും പലപ്പോഴും അസ്തമിച്ചുപോയി. കാരണം എന്താ? നമുക്കുള്ള സൗഹാർദ്ദങ്ങളൊക്കെ കൺട്രികൾക്കപ്പുറത്താണ്, അല്ലെങ്കിൽ രാജ്യങ്ങൾക്കപ്പുറത്താണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിനപ്പുറത്താണ്, അല്ലെങ്കിൽ ജില്ലക്കപ്പുറത്താണ്, അറ്റ്ലീസ്റ്റ് പഞ്ചായത്തിന്റെ അപ്പുറത്തെങ്കിലും ആണ് അല്ലെ? നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള അയൽപക്ക ബന്ധങ്ങളിലൊക്കെയുള്ള ആളുകളുമായിട്ടൊന്നും വലിയ സൗഹാർദ്ദങ്ങൾ പുതിയ കാലത്തെ സമൂഹത്തിനില്ല. അധികവും സൗഹാർദ്ദങ്ങളെ അന്യനാടുകളിലുള്ള സൗഹാർദ്ദങ്ങളെ തേടി പോകാൻ തുടങ്ങി. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, മെറിറ്റും ഉണ്ട്, ഡിമെറിറ്റും ഉണ്ട്. പ്രത്യേകിച്ച് ആരാണ് ഒരാളുടെ സൗഹാർദ്ദ വലയത്തിൽ വരിക എന്ന് വെച്ചാൽ, എന്റെ സെയിം തോട്ട് പാറ്റേണിലുള്ള, എന്റെ സെയിം ചിന്തയുടെ പാറ്റേൺ അനുസരിച്ചുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് പലപ്പോഴും എന്റെ സൗഹാർദ്ദ വലയത്തിൽ വരിക. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ, വ്യത്യസ്തമായ നാടുകളിലുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ നമ്മുടെ ഈ ഓൺലൈൻ സംവിധാനങ്ങളും ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഒക്കെ നമുക്ക് ഏറെ ഉപകാരം ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, നമ്മള് ജീവിത വിജയം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ, ജീവിത വിജയം ഏതിൽ മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാത്രമല്ല, ഫാമിലിയിലെ വിജയം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ സന്തോഷമുള്ള, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായി മാറുക എന്ന് പറയുന്നത് ആ ഫാമിലിയുടെ ഒരു വിജയമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടാവണം. പ്രൊഫഷണൽ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴാണ്? അതിന് നമുക്ക് കൃത്യമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവണം. പ്രൊഫഷണൽ ജീവിതത്തിൽ വിജയത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക്, എന്റെ ഇതിലത്തേക്ക് ഞാൻ എത്തണം എന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അതിനു വേണ്ടി നിരന്തരമായി പണിയെടുക്കുക. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഈ ഓരോ ആഗ്രഹത്തിനും അതിൻ്റെതായ
വൈബ്രേഷൻസുകളുണ്ട്. ഓരോ വൈബ്രേഷൻ എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ആ വിജയിക്കണമെന്ന ആഗ്രഹത്തിന്റെ എനർജി വൈബ്രേഷൻ എത്ര ഹൈ ആകുന്നോ, എത്ര കൂടുതൽ ഉണ്ടാവുന്നോ, അതനുസരിച്ചാണ് അവന്റെ ജീവിതത്തിന്റെ വിജയത്തെ നിർണയിക്കുന്നത് എന്നതാണ് റിയാലിറ്റി. അതേസമയം ഈ ആഗ്രഹത്തിന്റെ എനർജി വൈബ്രേഷൻ നമുക്ക് എനർജി വൈബ്രേഷൻ അഥവാ ആഗ്രഹത്തിന്റെ എനർജി വൈബ്രേഷൻ വളരെ നിസ്സാരമാണ്, കുറവാണ്, ചെറിയ വൈബ്രേഷനേ ഉള്ളൂ എങ്കിലോ അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്? സ്റ്റെക്ക് ഉണ്ടാവും. അത് അവർക്ക് മാത്രമാണോ? ഇടയ്ക്ക് പോകുന്നുണ്ട് സർ. മിസ്സേ, ഹിബ മിസ്സേ, സ്റ്റെക്ക് ഉണ്ടാവും ആണോ? യെസ് സർ, ഇടയ്ക്ക് ക്ലിയർ പോകുന്നുണ്ട്. നെറ്റ് ഓക്കെ, സോറി കേട്ടോ. ജസ്റ്റ് ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ആഗ്രഹത്തിന്റെ എനർജി വൈബ്രേഷൻ എത്ര കൂടുതലുണ്ട് അതനുസരിച്ച് നമ്മൾ അതിലേക്കുള്ള യാത്ര ആരംഭിക്കും എന്നതാണ് സത്യം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ പൗലോ കൊലോ പറഞ്ഞ പോലെ തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നേടിത്തരുന്നതിന് വേണ്ടി ലോകം മുഴുവനും ഗൂഢാലോചന നടത്തും എന്നാണ്. പരിശുദ്ധമായ അള്ളാഹു തആല പറയുന്ന അബിദിബിഹി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിശ്വസിക്കുന്നത് ഞാൻ അവനിക്ക് അതാണ് എന്ന് പറഞ്ഞാൽ, ഒരടിമ അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കുകയാണ്, ദൈവത്തെ കുറിച്ച് വിശ്വസിക്കുകയാണ്, എനിക്ക് എന്റെ കരിയറിനെ ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയും, ഇന്ന ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അവർക്ക് അതിലേക്ക് എത്താൻ കഴിയും എന്നതാണ്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ തിയറി ആണെങ്കിലും മതപരമായ തിയറികളാണെങ്കിലും എല്ലാം ഈ തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ കഴിയുമെന്നാണ് എല്ലാ മതങ്ങളുടെയും പ്രധാനപ്പെട്ട ഉത്ബോധനങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിജയിക്കണം എന്ന ആഗ്രഹമാണ്. അങ്ങനെ വിജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഡോക്കിലൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ആദ്യമൊക്കെ എന്താ കുറെ ക്ലാസ് എടുക്കും, ഓരോരുത്തർ ക്ലാസ് എടുത്ത് അങ്ങ് പോകും എന്നല്ലാണ്ട് അങ്ങനെയൊന്നും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് പലരും എന്ത് ചെയ്യും, മാറി നിൽക്കും അല്ലെ. എന്നാൽ നമ്മൾ ഇവിടെ വരാണ്ടായ കാരണം എന്താ? ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നതാണ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം നമുക്കൊക്കെ ഉണ്ട്, എന്നാൽ പലർക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ആഗ്രഹിച്ചാൽ മാത്രം പോരാ, എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്ന അറിവുണ്ടായിരിക്കണം. എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്ന അറിവുള്ള ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, എത്ര മനുഷ്യരുണ്ട് എന്നറിയുമോ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുടുംബപരമായ ബന്ധങ്ങളിൽ വേദനകൾ അനുഭവിക്കുന്ന, സങ്കടങ്ങൾ അനുഭവിച്ച് കരഞ്ഞ് കരഞ്ഞ് ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. അവരിപ്പോഴും വിചാരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഇതിനൊന്നൊരു മാറ്റം സാധ്യമല്ല എന്ന് ഇപ്പോഴും അവർ പലപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവുണ്ടായി. ആ അറിവ് നേടാൻ വേണ്ടിയാണ് പലരും നമ്മുടെ കോഴ്സുകളിലേക്ക് പലരും വരുന്നത്. എനിക്കിപ്പോഴും ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട്. നമ്മുടെ സിമ്മ് പോലെയുള്ള ആർട്ട് ഓഫ് ഹാപ്പിനെസ് പോലെയുള്ള കോഴ്സുകളിലൂടെ വന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ വിജയങ്ങളിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചില ആളുകളൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ അവരുടെ ഫീഡ്ബാക്കുകൾ, അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ തിരിച്ചറിവുകളായി മാറിയ നിമിഷത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങളോട് സംവദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും വിചാരിക്കുന്നത് ഞാനും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നമാണ്, ഇനി ഞങ്ങൾ തമ്മിൽ ഇനി ഒരിക്കലും ശരിയാവില്ല. എനിക്കറിയാം, ഒരു ആസ് എ കൗൺസിലർ എന്ന നിലക്ക് കരയുന്ന കണ്ണുകളോടുകൂടെ, നിറയുന്ന വേദനകളോടുകൂടെ നമ്മളെ അടുത്ത് പലരും കൗൺസിലിങ്ങിന് വരുമ്പോ പലരും പറയും ഇനിയിപ്പോ എന്തായാലും നന്നാവൊന്നുമില്ല, നല്ലോണം എനിക്ക് സ്വന്തമായിട്ട് സന്തോഷത്തോടുകൂടെ ഇതൊക്കെ ഒന്നും മറന്നിട്ട് സ്വന്തമായിട്ട് എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ മാത്രം കിട്ടിയാൽ മതി സാറേ, അല്ലാണ്ട് ഞങ്ങളുടെ കുടുംബം ഒന്നും ഇനി ഒരിക്കലും നന്നാവാൻ പോണില്ല എന്നൊക്കെ വിശ്വസിച്ച മനുഷ്യരുണ്ട്.
എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് വ്യത്യസ്തമായ വഴികളുണ്ട്. ഒരിക്കൽ ഞാൻ ഓർത്തുപോവുകയാണ് എന്റെ സിം എന്ന് പറയുന്ന കോഴ്സില്. അത് ശരിക്കും സിം എന്ന് പറയുന്ന കോഴ്സ്, ഞാൻ ആ കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയല്ല, പക്ഷെ സാന്ദർഭികമായിട്ട് പറയുകയാണ്. സിം എന്ന കോഴ്സിൽ ഒരിക്കലും ഒരു സ്റ്റുഡന്റ്, ശരിക്കും സിം എന്ന് പറയുന്ന കോഴ്സ് ഒരു പഠനത്തിലൊക്കെ പ്രയാസം അനുഭവിക്കുന്ന വ്യത്യസ്തമായ പ്രയാസങ്ങൾ, അത് പലപ്പോഴും നമ്മളൊക്കെ പറയാറില്ലേ, മടി കൊണ്ട് അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്നൊക്കെ പറയാറില്ലേ. നോ ചൈൽഡ് ഇസ് ലേസി, ലേസിനെസ് ഇസ് എ സിംറ്റം എന്ന് പറയാം. നോ പേഴ്സൺ ഇസ് എ ലേസി, ലേസിനെസ് ഇസ് സിംറ്റം. നമ്മളൊക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒതുങ്ങിക്കൂടാറുണ്ട്. ചിലപ്പോൾ ബെഡിൽ തന്നെ ഒതുങ്ങിക്കൂടാറുണ്ട്. പ്രത്യേകിച്ച് ലേഡീസ് അധികം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പീരിയഡ് സമയങ്ങളിലൊക്കെ അവർക്ക് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സിന്റെ ഭാഗമായിട്ടൊക്കെ ഒന്നിനും തോന്നാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ പറയോ, മടി കാരണമായിട്ടാണ് എണീക്കാത്തത്, മടി കാരണമായിട്ടാണ് അടുക്കളയിൽ ജോലി തീർക്കാത്തത് എന്ന് നമ്മൾ പറയോ? ഒരിക്കലും പറയില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, അവര് അവർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട്, മെൻസസിന്റെ സമയത്ത് അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒന്നിനും തോന്നൂല്ല. അപ്പൊ അത് കാരണമായിട്ടാണ് ഇവർക്ക് മടി എന്ന് പറയുന്ന കാര്യം ഉണ്ടായത്. ഇങ്ങനെ തന്നെയാണ് ഓരോ കുട്ടിക്കും മടി കാണിക്കാൻ there is a reason, ഒരു കാരണം ഉണ്ടാവും എന്നതാണ് സത്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ പഠനത്തിൽ വ്യത്യസ്തമായ കാരണങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിയാതെ പോയ കുട്ടിയെ ചേർത്ത് പിടിച്ച് വളർത്തിയിട്ട് അവന്റെ ജീവിതത്തിലേക്ക് കൈപിടിക്കാൻ പ്രാപ്തരാക്കുക, അതിന് പറ്റുന്ന ഒരുപാട് രൂപപ്പെടുന്നതാണ് മെന്ററിങ് കോഴ്സ്, മെന്റേഴ്സിനെ ഉണ്ടാക്കുന്ന കോഴ്സ്. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, എല്ലാവർക്കും മെന്റർ ആവാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ്, ഒരുപാട് പ്രശ്നങ്ങള്, ഒരുപാട് പ്രയാസങ്ങള്, സങ്കടങ്ങള്, ദേഷ്യങ്ങള്, ഇതൊക്കെ ഉള്ളിൽ വെച്ചിരിക്കെ ഒരാൾക്ക് ക്വാളിറ്റിയുള്ള മെന്റർ ആവാൻ കഴിയില്ല. കാരണം തന്റെ മുന്നിലുള്ള കുട്ടിയെ നല്ല രീതിയിൽ സ്നേഹം കൊടുത്ത് വളർത്താൻ കഴിയണമെങ്കിൽ ഓരോ വ്യക്തിയുടെ ഉള്ളിലും രൂപപ്പെടേണ്ട ഒരുപാട് ക്വാളിറ്റീസുകളുണ്ട്. അങ്ങനെ ആ ക്വാളിറ്റീസ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരനുഭവിക്കുന്ന സ്ട്രെസ്സുകളെ റിലീസ് ചെയ്യേണ്ടതുണ്ട്, പ്രശ്നങ്ങളെ റിലീസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച്, ഞാനൊരു 3 വർഷത്തോളം ഒരു സ്കൂളിൽ സ്റ്റുഡൻസ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്കൂളിലെ പലതരത്തിലുള്ള ടീച്ചർ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ടീച്ചറാ, പക്ഷെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ടീച്ചർ, ഒരിക്കൽ ഞാൻ ആ ടീച്ചറെ കൗൺസിലിംഗ് റൂമിലേക്ക് വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് വിഷയങ്ങളുടെ അവസ്ഥ. അപ്പൊ അവര് പറയുന്നുണ്ട്, ആ ഒരു ടീച്ചർ പറഞ്ഞു, അവരുടെ ഫാമിലിയിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചും പ്രതിസന്ധികളെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു ശാന്തത അവരുടെ മനസ്സിന് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാനും കഴിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ശാന്തതയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടത്. അതിന് പ്രാപ്തമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കമാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഒരിക്കൽ എന്നോട് എന്റെ സ്റ്റുഡന്റ് പറഞ്ഞു, സാറേ, ഞാനും എന്റെ ഫാമിലിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഭയങ്കര പ്രശ്നമാണ്. ഞാനിപ്പോ എങ്ങനെയും ജീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നതാണ് സാറേ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആ സ്റ്റുഡൻസിനോട് പറഞ്ഞു, മിസ്സേ, നിങ്ങൾ കുറച്ചു കാലം വെയിറ്റ് ചെയ്യേ. എന്നിട്ട് ഞാൻ അവരുടെ ഉള്ളിൽ ഈ ഭർത്താവിൽ നിന്നുണ്ടായ വേദനിക്കുന്ന അനുഭവങ്ങളെല്ലാം ഡിഫറെന്റ് ആയ രീതിയിൽ മാറ്റിയെടുത്തതിന് ശേഷം ഫോർഗിവ്നെസ്സിലൂടെയും അതുപോലെ NLPയുടെ വ്യത്യസ്തമായ തെറാപ്പികളിലൂടെ ഒഴിവാക്കിയതിന് ശേഷം അവസാന ഘട്ടത്തിൽ അൽഹംദുലില്ലാ അവരെന്നോട് പറയുന്നത്, സാറേ, ഇപ്പോഴാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷം അനുഭവിച്ചു തുടങ്ങുന്നത്. ഇത് ഒരു കേസല്ല, 2 കേസല്ല, ഇഷ്ടം പോലെ കേസുകൾ ഇത്തരത്തിലുണ്ട്. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം. നേരത്തെ ഞാൻ പറഞ്ഞ ആൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്, എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന അറിവുണ്ടാവുക. ആ അറിവ് തേടിയിട്ടാണ് അവർ സിം എന്ന് പറയുന്ന കോഴ്സിൽ എത്തിയത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ കോഴ്സിൽ എത്തുന്നത് എന്തിനാണ്? ജീവിതത്തിൽ എങ്ങനെയാണ് വിജയിക്കുക എന്ന അറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ അവർ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ അറിവുണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ സംഗതി എന്താണ്?
അൽഹംദുലില്ലാ വളരെ റാഹത്തായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നു. അതുവരെ ഈ കോഴ്സിൽ എത്തുന്നത് വരെ അവർ വിശ്വസിച്ചിരുന്നത് ജീവിതത്തിൽ ഇനി ഇങ്ങനൊക്കെ അങ്ങ് പോവുക എന്നല്ലാണ്ട് കുട്ടികൾക്ക് വേണ്ടി സ്വയം മറന്നിട്ട് അങ്ങനെ ജീവിക്കല്ലാണ്ട് മറ്റു വഴികളില്ല എന്ന് തീർച്ചപ്പെടുത്തിയിരുന്ന ആൾക്കാരെ അവസാനം മനസ്സിലാക്കുകയാണ് അതല്ല, ജീവിതത്തിൽ വിജയിക്കാൻ വ്യത്യസ്തമായ വഴിയുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ വഴികളില്ല എന്ന് മനസ്സിലാക്കിയിരുന്ന, ചിന്തിച്ചിരുന്ന ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ഒക്കെ പരിസരത്തുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കുക ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴികളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് സിം എന്ന് പറയുന്നത്, അതുപോലെ ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ വഴികളുണ്ട് കേട്ടോ. സിമ്മും ആർട്ട് ഓഫ് ഹാപ്പിനെസ്സും മാത്രമല്ല, വേറെയും ഇഷ്ടം പോലെ വഴികളുണ്ട്. പക്ഷേ ഒരു കാര്യം, ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ വഴികൾ പഠിച്ചെടുത്ത് ആ വഴി സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയം സാധ്യമാണ്. ഇത് പഠിച്ചാൽ മാത്രം പോരല്ലോ, പിന്നെ എന്ത് ചെയ്യണം? പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ ചില ആളുകൾ ഫോർഗിവ്നെസ് ഒക്കെ പഠിക്കും. ഫോർഗിവ്നെസ് പഠിച്ചതിന് ശേഷം അവർ ജീവിതത്തിൽ ഈ ഫോർഗിവ്നെസ്സിനെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സിമ്മ് പോലെയുള്ള ലോങ് ടൈം കോഴ്സുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോങ് ടൈം കോഴ്സിൽ അടുത്ത ക്ലാസ്സിൻ്റെോട് തന്നെ ചോദിക്കാൻ പറ്റും, സാറേ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്താന്ന് അറിയുന്നില്ല എന്ന് പറയാൻ പറ്റുമ്പോ അതിന്റെ സൈക്കോളജിക്കൽ ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ നെക്സ്റ്റ് പരിഹാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും ജീവിതത്തിൽ വിജയം സാധ്യമാണ്. നമ്മളൊക്കെ ഈ ലോകത്തേക്ക് ദൈവം പടച്ചുവിട്ടതിന്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കേണ്ടതുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് ജീവിതത്തിന്റെ വിജയത്തെ നമുക്കിങ്ങനെ നോക്കിക്കാണാൻ സാധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിത വിജയം എന്നത് സാധ്യമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ജീവിതം കഷ്ടതകൾ അനുഭവിച്ചതാണ്, ജീവിതം ഹാർഡാണ് എന്നൊക്കെ പറയാറുണ്ട്. നോ, ഒരിക്കലും ജീവിതം ഹാർഡല്ല. ജീവിതം വളരെ സിമ്പിൾ ആണ്. പക്ഷെ അറിഞ്ഞവർക്ക് മാത്രമാണ് ഇത് സിമ്പിൾ ആവുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോകാനുള്ള വഴി അറിയുന്ന ആൾക്ക് അങ്ങാടിയിലേക്ക് പോവുക എന്നത് എളുപ്പമാണ്. അതേസമയം വഴി അറിയാത്തവർക്കോ അത് ഭയങ്കര ഹാർഡാണ്. കാരണം അവർ അപ്പുറം ഇപ്പുറമൊക്കെ പോയിട്ട് എവിടെയോ എത്തിപ്പോവും അല്ലെ. എന്നാൽ ജീവിതത്തിന്റെ വഴി അറിയുക എന്ന് പറയുന്നിടത്തേക്ക്, അതിലേക്ക് നമ്മുടെ സമൂഹത്തിനുള്ള ഒരു വഴി കാണിക്കുക എന്നതാണ് നമ്മളെ നവാസിന്റെയും അയാദിയുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ആളുകൾക്ക് ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക. അതിന് ഇൻഷാ അല്ലാഹ് നമ്മുടെ സിമ്മിന്റെയും ആർട്ട് ഓഫ് ഹാപ്പിനെസിന്റെയും സക്സസിന്റെയും ഒക്കെ ടീം ഇവിടെ സജ്ജമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിനൊക്കെ പരിഹരിക്കാനുള്ള ഇഷ്ടം പോലെ വഴികളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷാന നിബാസ് മിസ് നിങ്ങളോട് സംസാരിക്കും അതിനെക്കുറിച്ച്. ഏതായാലും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിജയം സാധ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ സാധ്യമായ വഴികളിലേക്ക് നമ്മൾ എത്തുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. എന്നിട്ട് അതിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, അതിനെ പഠിക്കാനുള്ള വഴിയിലേക്ക്, പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളിലേക്ക് നമ്മൾ എത്തി അതിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ജീവിത വിജയം നമ്മുടെ കൈപ്പടയിലേക്ക് ഒതുക്കാൻ നമുക്ക് സാധിക്കും. പടച്ച റബ്ബ് അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.